ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈപ്ര. നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് കേരള PSC ബയോടെക്നോളജി പഠിക്കുന്നവരെ ഒഴിവാക്കുന്നു? അതായത് ബയോടെക്നോളജി പഠിച്ച സ്റ്റുഡൻസിനെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷനിലൊന്നും ബയോടെക്നോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അത് വല്ലാത്തൊരു കഷ്ടമാണ്. അതായത് കൂടുതലും ഇപ്പോൾ മൈക്രോബയോളജി, ബയോകെമിസ്ട്രിക്കാർക്കൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പല പല പോസ്റ്റും വരുന്നുണ്ട്. കുറവാണ്, എന്നാലും ബയോടെക്നോളജിക്കാരെ അതിൽ നിന്ന് ഒഴിവാക്കിയേക്കുകയാണ്. ഓക്കെ, നമ്മുടെ റീസെൻ്റ് ആയിട്ട് വന്ന സയൻറ്റിഫിക് ഓഫീസർ ബയോളജി അല്ലേ, അതിൽ ബയോടെക്നോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഇപ്പം മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ വന്ന ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിലൊക്കെ ബയോടെക്നോളജിക്കാരെ ഒഴിവാക്കിയേക്കുവാണ്. ഇപ്പോൾ ചിലപ്പോൾ എന്താണ് ഈ ബയോടെക്നോളജി എന്ന് അവർക്ക് അറിയില്ലാത്തതുകൊണ്ടായിരിക്കും ഈ പ്രശ്നം സംഭവിക്കുന്നത്. ബയോടെക്നോളജി എന്ന് പറയുന്നത് ടെക്നോളജി എന്നുള്ളത് കൊണ്ട് നമ്മുടെ RDNA ടെക്നോളജി മാത്രമാണ് ബയോടെക്നോളജിക്കാർക്ക് അറിയാവുന്നത്. ആ ഒരു രീതിയിലുള്ള ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അതുപോലെ നമുക്കൊരു ലൈവ് സെക്ഷൻ വേണമെങ്കിൽ വെക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം വെച്ച് ഇപ്പോൾ PSC ഇനി റീസെൻ്റായിട്ട് വിളിക്കുന്നതിലെങ്കിലും ബയോടെക്നോളജിക്കാരെ ഉൾപ്പെടുത്തട്ടെ. നമുക്കിപ്പോൾ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്. മൈക്രോബയോളജിയും ബയോകെമിസ്ട്രിയും എല്ലാം കൂടി വരുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ബയോടെക്നോളജി. നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, ബയോടെക്നോളജി എന്ന് പറയുന്നത് മൂന്നും എന്താണ്, ഈ മൂന്ന് പേരും പഠിക്കുന്നത് സെയിം തന്നെയാണ് അല്ലേ. അവരുടെ ഏതെങ്കിലും ഒരു സെമിസ്റ്ററിൽ അവർ കുറച്ച് കോർ ഏരിയ, ഇപ്പോൾ മൈക്രോബയോളജിക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ഫുഡ് മൈക്രോബയോളജി അല്ലേ, മെഡിക്കൽ മൈക്രോബയോളജി ഒക്കെ കുറച്ച് കൂടുതൽ പഠിക്കുന്നു. അതുപോലെ തന്നെ ബയോകെമിസ്ട്രിക്കാരാണെങ്കിൽ കുറച്ച് ക്ലിനിക്കൽ സൈഡോ ആ രീതിയിൽ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. ബയോടെക്നോളജിക്കാരാണെങ്കിൽ നമുക്ക് പറയാം RDNA ടെക്നോളജിയൊക്കെ മൈക്രോബയോളജിക്കാർക്കും എല്ലാവർക്കും പഠിക്കാനുള്ളതാണ്. ചിലപ്പോൾ ബയോ ഇൻഫോർമാറ്റിക്സ് എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെയാണ് അല്ലേ. വ്യത്യാസമായിട്ടൊന്നും വരുന്നില്ല, ഈ മൂന്ന് സബ്ജക്റ്റും ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ ഒരു പേരിൽ ടെക്നോളജി ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു PSCയുടെ മിക്കതിലും ബയോടെക്നോളജിക്കാരെ അല്ലേ ഒന്ന് ഒഴിവാക്കുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കഴിഞ്ഞ വർഷമല്ല 2022 നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിനൊക്കെ എന്താണ് അത് എല്ലാവർക്കും കൂടിയാണ് വിളിച്ചത്. അതായത് ലൈഫ് സയൻസ് എന്ന് പറഞ്ഞ് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നമ്മുടെ ലൈഫ് സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ പഠിച്ച ആളുകളുണ്ട്, ഇഷ്ടംപോലെ ഫീൽഡ് വരുന്നുണ്ട്. ബയോ ഇൻഫോർമാറ്റിക്സ് ഉണ്ട്, അവർക്കൊക്കെ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് അല്ലേ. അതുപോലെ തന്നെ ബയോ ഫിസിക്സ് ഇഷ്ടംപോലെ പഠിച്ച ആളുകളുണ്ട്. മോളിക്കുലാർ ബയോളജി, മോളിക്കുലാർ ജെനറ്റിക്സ്, MSc ജെനറ്റിക്സ്, അങ്ങനെ ഇഷ്ടംപോലെ ഫോറൻസിക് സയൻസുകാർക്ക് പോലും നമ്മുടെ സയൻറ്റിഫിക് ഓഫീസർ ബയോളജി അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ കോഴ്സുകൾ വരുന്നുണ്ട് ഈ ലൈഫ് സയൻസിൻ്റെ അണ്ടറിൽ. പക്ഷേ പഠിക്കുന്നതൊക്കെ എന്താ മിക്കവാറും എല്ലാം തന്നെ പഠിക്കുന്നുണ്ട്. കുറച്ച് അവരുടെ സ്പെഷ്യലൈസേഷനും കൂടി വരുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ സുവോളജിക്കാർക്ക് 1, 2, 3 ഒക്കെ വരുന്നുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ ഫിസിയോളജിയുടെ എക്സാമിനേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ SO ബയോളജി കഴിഞ്ഞു. പിന്നെ അവർക്ക് പാത്തോളജി ഉണ്ട്. പക്ഷെ ബോട്ടണിക്കാർക്കും അവസരം കുറവാണ് അല്ലേ. ബോട്ടണിക്കാർക്ക് ആകെ SO ബയോളജി ഉണ്ടായിരുന്നുള്ളൂ. അതിലും അവരുടെ ആകെ കഷ്ടമായിരുന്നു. കാരണം ബോട്ടണി സിലബസ് മൊത്തം എടുത്തു മാറ്റിക്കൊണ്ട് ബോട്ടണിക്കാർക്ക് അവസാനം എക്സാമിനേഷൻ എഴുതാൻ അല്ലേ ഇഷ്ടമില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ആദ്യം ബോട്ടണി ആയിരുന്നു കത്തി നിന്നേച്ചത്, പിന്നെ അതൊക്കെ എടുത്തു മാറ്റി സുവോളജി മാത്രമായി ഏകദേശം. അപ്പോൾ ഇനിയെങ്കിലും PSC അടുത്ത ഒരു ആപ്ലിക്കേഷൻ വിളിക്കുമ്പോഴത്തേക്കും ലൈഫ് സയൻസിലുള്ള എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തണം അല്ലേ. ഇഷ്ടംപോലെ ഉണ്ട്, നമുക്ക് തന്നെ കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല അതായത് ഇപ്പോൾ ലൈഫ് സയൻസ് പല കോമ്പിനേഷനിൽ ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട് ഓരോരോ യൂണിവേഴ്സിറ്റിയിൽ. നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്, പുറത്തുമുണ്ട്. നമ്മുടെ കുട്ടികൾ പല സ്ഥലത്ത് പല കോഴ്സുകൾ പഠിക്കുന്നുണ്ട് ലൈഫ് സയൻസിൽ തന്നെ. അപ്പോൾ അത് ഇനിയിപ്പോൾ PSC അടുത്ത് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും പറ്റിയ രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ വിളിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും പറയുക അല്ലേ. നമുക്ക് ലൈഫ് സയൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആയിരുന്നെങ്കിലും എല്ലാവർക്കും അപ്ലൈ ചെയ്യാമായിരുന്നു. സാധാരണ എൻവയോൺമെൻറ്റ് സയൻസുകാർക്ക് മാത്രമായിരുന്നു അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയൊക്കെ നേരത്തെ എപ്പോഴും എന്ത് പോസ്റ്റ് വിളിച്ചാലും എൻവയോൺമെൻറ്റ് സയൻസുകാരെയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ശേഷം അവർ എല്ലാവർക്കും ആക്കി. ഓക്കെ, എല്ലാവർക്കും ആക്കി. കെമിസ്ട്രിക്കാർക്കും അപ്ലൈ ചെയ്യാമായിരുന്നു. അപ്പോൾ എല്ലാവരും പഠിക്കുന്ന കുട്ടികൾ കയറട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇനിയുള്ള പോസ്റ്റിനും ആ ഒരു രീതിയിലുള്ള ഇത് വരികയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇക്വലൻസി ആണെങ്കിലും പലർക്കും കിട്ടുന്നില്ല. ഏതൊക്കെയാണ് കിട്ടിയത് ആളുകൾക്ക്, സ്റ്റുഡൻസിന് അതും കറക്റ്റായിട്ട് അറിയില്ല. ഇത് കിട്ടുമോ ഇല്ലയോ, എങ്ങനെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇനി കേരള PSC അടുത്ത പോസ്റ്റ് വിളിക്കുമ്പോഴെങ്കിലും എല്ലാവരെയും കൂടി കൺസിഡർ ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ പറയുക കേട്ടോ. താങ്ക് യു.